ഹലോ! ഇന്ന് നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അഫോർഡബിൾ ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിലുള്ളൊരു ക്രിസ്മസ് ട്രീ. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് റോപ്പാണ് കേട്ടോ. അത് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും റോപ്പോ പഴയതായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു റോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാർഡ്ബോർഡ്സ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ഗാർലൻഡ്സ് ആണ്. അത് 25 റുപ്പീസ് എന്നാണ് കേട്ടോ ഞാൻ ഒരെണ്ണം വാങ്ങിയത്. ഇത് 6 ഫീറ്റ് ആണ് ഒരെണ്ണത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഡിഫറെൻറ്റ് സൈസസിലുള്ള പാത്രങ്ങളുടെ മൂടികയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർഡ്ബോർഡ് കൊണ്ട് ഫ്രെയിം ഉണ്ടാക്കുന്നുണ്ട് ക്രിസ്മസ് ട്രീയുടെ. അപ്പോൾ അതിൻ്റെ ഓരോ അളവിന് വേണ്ടിയിട്ടാണ് ഈ പാത്രങ്ങളുടെ മൂടിക എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാർഡ്ബോർഡിൽ ഈ പാത്രത്തിൻ്റെ മൂടിക വെച്ചിട്ട് സെമി സർക്കിൾ ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ കാർഡ്ബോർഡ് വെച്ചിട്ട്. അപ്പോൾ മുകളിലത്തെ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈസ് കുറഞ്ഞ രീതിയിലുള്ള കാർഡ്ബോർഡ്. പിന്നെ നമ്മൾ താഴോട്ട് വരുന്തോറും സൈസ് കൂട്ടി കൂട്ടി ആ രീതിയിലാണ് നമ്മൾ ഫ്രെയിം ഉണ്ടാക്കിയെടുക്കുന്നത്. എങ്ങനെയാണോ നമ്മൾ ക്രിസ്മസ് ട്രീ ഒരു കോണിക്കൽ ഷേപ്പിലല്ലേ, അതേപോലെ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ സൈസ് കൂട്ടി കൂട്ടി ഉള്ള രീതിയിലുള്ള കാർഡ്ബോർഡ്സ് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഷേപ്പുള്ള പാത്രങ്ങളും മുടികളോ അങ്ങനത്തെ ഡിഫറെൻറ്റ് സൈസിലുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ ഉള്ള വഴിയാണ് നമ്മൾ സെൻറ്ററിൽ ഒരു നൂല് പിടിച്ചിട്ട് അതിൻ്റെ എൻഡിൽ പെൻസിലും വെച്ച് ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇതേപോലെ സെമി സർക്കിൾ വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയായാലും നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ രണ്ട് എൻഡിലും അതേപോലെ സെൻറ്റർ പോർഷനിലും നമ്മൾ 3 ഹോൾസ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾസിലൂടെയാണ് നമ്മൾ റോപ്പ് കടത്തി കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഗ്യാപ്പിൽ വേണമെങ്കിൽ ചെറിയ ഹോൾസും കൂടി ഇട്ട് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ട്രീമേ എന്തെങ്കിലും ഹാങ്ങിങ്സ് കൊടുക്കുമല്ലോ, കുറച്ചും കൂടെ വെയിറ്റുള്ള എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗാർലാൻഡ്സിൻ്റെ ഇതിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും. ഇപ്പം ഞാൻ ഉപയോഗിച്ചത് അത്യാവശ്യം സപ്പോർട്ടുള്ള സ്ട്രെങ്ത്തുള്ള ഗാർലാൻഡ്സ് ആയിരുന്നു. എല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലും കൂടെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്ത് അതിൽ നമുക്ക് വേണമെങ്കിൽ ഹാങ്ങിങ്സ് സപ്പോർട്ട് ചെയ്യാം. ഈ രീതിയിൽ നമ്മൾ എല്ലാം ബാക്കിയുള്ള കട്ട് ചെയ്ത എല്ലാ കാർഡ്ബോർഡ്സും സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു നെയിൽ, ഇപ്പോൾ ഓൾറെഡി ആ വാളിൽ നെയിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതുമേ ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാൾ ഹുക്കോ അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്യുന്ന പോലത്തെ വാൾ ഹുക്സോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അതിൽ ഈ 3 ഈക്വൽ സൈസിലുള്ള റോപ്പ് ടൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഒരു 5 ഫീറ്റോളം നീളമുള്ള, ഓരോ റോപ്പിനും 5 ഫീറ്റോളം നീളമുണ്ട്. എന്നിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ നമുക്ക് എത്ര സൈസിലുള്ള ക്രിസ്മസ് ട്രീ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ച് നമ്മളൊന്ന് 2 റോപ്പ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇതിൽ നമ്മൾ മുകളിലത്തെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ സൈസ് വരുന്നത്, അതിൻ്റെ ഡയാമീറ്റർ നമ്മൾ എടുക്കുന്നത് 12 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ ലെയർ 20 സെൻറ്റിമീറ്റർ, മൂന്നാമത്തെ 25 സെൻറ്റിമീറ്റർ, നാലാമത്തെ ലെയർ 32 സെൻറ്റിമീറ്റർ, പിന്നെ 40 സെൻറ്റിമീറ്റർ എന്ന രീതിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെൻറ്ററിലെ ആ ഒരു ഹോളിൽ കൂടെ നമ്മൾ റോപ്പ് ഇതേപോലെ കടത്തിവിടുക. അതേപോലെ നമ്മൾ ഈ രീതിയിൽ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ആ കാർഡ്ബോർഡ് പീസ് താഴേക്ക് വരില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതേപോലെ ടൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ ബാക്കി റോപ്പും ഈ രീതിയിൽ തന്നെ എടുത്ത് ഹോളിക്കൂടെ കടത്തിവിടാം. അപ്പോൾ മോളിക്കൂടെ എടുത്ത് അത് പ്രോപ്പറായിട്ട് ഇതേപോലെ ടൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം നമ്മൾ ഓരോ ലെയർ ടൈ ചെയ്യുമ്പോഴും സെയിം ഹൈറ്റ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ടൈയും സെയിം ഹൈറ്റിലായിരിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ലെവൽ ശരിയാവില്ല കാർഡ്ബോർഡിൻ്റെ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഭംഗി കുറച്ച് കുറയും. അപ്പോൾ ആ ടൈ ചെയ്യുന്നത് എല്ലാം സെയിം ഹൈറ്റിലാണെന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ടൈ ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ലെയറും ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കി നോക്കാം ഓരോ ലെയറും കറക്റ്റ് അല്ലേ, എവിടെയൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ളത് ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ രീതിയിൽ
നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഫ്രെയിം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. നമ്മുടെ ഈ ഫ്രെയിമിന് അനുസരിച്ചായിരിക്കും നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഭംഗി വരിക. എന്നിട്ട് നമ്മൾ ഗ്രീൻ ഗാർലൻഡ്സ് വെച്ചിട്ട് നമ്മൾ അധികം ഹോൾസ് ഇല്ലാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോണിക്കൽ ഷേപ്പിൽ ജസ്റ്റ് റൗണ്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ലെങ്ത്തിലുള്ള ക്രിസ്മസ് ട്രീ കിട്ടില്ല. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 4 ഫീറ്റോളം വലിപ്പമുള്ള ക്രിസ്മസ് ട്രീ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ കോണിക്കൽ ഷേപ്പ് ആണെങ്കിൽ നമുക്കതൊരു 2 ഫീറ്റോളം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എല്ലാ സൈഡും കവർ ചെയ്യണമല്ലോ. ഇതിപ്പോൾ നമ്മൾ പകുതി ഒരു മുറിച്ച രീതിയിലാണ് ക്രിസ്മസ് ട്രീ വരിക. അപ്പോൾ പക്ഷെ എന്നാലും നമുക്ക് ഹൈറ്റിൽ നമുക്ക് നല്ലോണം ഹൈറ്റിൽ നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വേറെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും നൂല് വെച്ച് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഗമ്മ് വെച്ച് ഒട്ടിക്കുകയോ അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഈ ഗാർലൻഡ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവും, അത് പൊട്ടിപ്പോവും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഈ റോപ്പിൽ തന്നെ നന്നായിട്ടൊന്ന് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചുറ്റുന്ന സമയത്ത് സെൻറ്ററിലെ ആ റോപ്പിലും കൂടെ ഒന്ന് ചുറ്റാൻ ശ്രദ്ധിച്ചോളൂ. എൻഡിലത്തെ റോപ്പിൽ മാത്രം ചുറ്റാതെ സെൻറ്ററിലും കൂടെ ചുറ്റാൻ ശ്രദ്ധിച്ചോളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ സ്ലിപ്പായി പോവാം. നമ്മൾ വേറെ ഒന്നും ടൈ ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ എക്സ്ട്രാ. അങ്ങനെ ടൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ ഇതേപോലെ സെൻറ്ററിലും ചെയ്ത് എടുക്കുക. അപ്പം നമ്മളുടെ ക്രിസ്മസ് ട്രീ ഓൾമോസ്റ്റ് റെഡിയായി. ബാക്കി നമുക്ക് ബാക്കിയുള്ള ഡെക്കോർ പീസസൊക്കെ ഇട്ടിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ക്രിസ്മസ് ട്രീയുടെ ലുക്ക്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ താങ്ക് യു.